ഈ ചെറിയ ഗ്രാമം മുഴുവൻ കോടീശ്വരന്മാരാണ്. പക്ഷേ അതെങ്ങനെ? മഹാരാഷ്ട്രയിലെ ഒരു സാധാരണ ഗ്രാമമായിരുന്നു അമൽനർ. പക്ഷേ ഒരു മനുഷ്യൻ ആ ഗ്രാമത്തിൻ്റെ തലവര തന്നെ തിരുത്തി എഴുതി. 1945 ഇത് നടക്കുന്നത്. ഹഷിം പ്രേംജി അമൽനറിൽ ഒരു വെജിറ്റബിൾ ഓയിൽ കമ്പനി ആരംഭിച്ചു. വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. ഈ കമ്പനി ഉടനെ തന്നെ ഒരു IPO ലോഞ്ച് ചെയ്തുകൊണ്ട് കുറച്ച് ഷെയർസ് പബ്ലിക്കിന് വിൽക്കുവാനായി തീരുമാനിച്ചു. പക്ഷേ തുടക്കത്തിൽ ആരും തന്നെ ഈ ഷെയറുകൾ വാങ്ങുവാനായി താല്പര്യം പ്രകടിപ്പിച്ചില്ല. എന്നാൽ തോറ്റുകൊടുക്കുവാൻ പ്രേംജി തയ്യാറല്ലായിരുന്നു. അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് വാങ്ങുവാനുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അവിടുത്തെ സാധാരണ കർഷകരും ചെറിയ കടയുടമകളും ഈ ഓഹരികൾ വാങ്ങി. അങ്ങനെ തങ്ങളുടെ ഗ്രാമത്തിലെ കമ്പനിയുടെ വികസനത്തിൽ ഭാഗമായി. എന്നാൽ ഓഹരി വിപണി അവരോട് ഒരിക്കൽ പോലും ദയ കാണിച്ചില്ല. വർഷങ്ങൾ കഴിയുന്തോറും അവരുടെ ഷെയറിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരുന്നു. എന്നിരുന്നാൽ പോലും വലിയ നഷ്ടത്തിൽ ആ ഷെയറുകൾ വിൽക്കുവാൻ ആരും തയ്യാറല്ലായിരുന്നു. അവർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഹഷിം പ്രേംജിയുടെ മകൻ ഹസീം കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം കമ്പനിയെ വിപുലീകരിക്കാൻ തീരുമാനിച്ചു. വിവിധ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. ഒടുവിൽ അദ്ദേഹം വിപ്രോ എന്ന പേരിൽ ഒരു IT കമ്പനിയും ലോഞ്ച് ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ അസീം പ്രേംജിയുമുണ്ട്. അപ്പോൾ അമൽനറിലെ ആളുകളുടെ അവസ്ഥ എന്താണെന്നല്ലേ? അവർ അന്ന് നിക്ഷേപിച്ച ഓരോ 100 രൂപയും ഇന്ന് ഏകദേശം 5 കോടി രൂപയുടെ മൂല്യമുള്ളതായി വളർന്നു. ചിലതൊക്കെ 500 കോടിയുടെ മുകളിൽ മൂല്യമുള്ളതായി. ഇന്നും വിപ്രോയുടെ 3% ഓഹരികൾ അമൽനറിലെ ആളുകളുടെ ഉടമസ്ഥതയിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.